ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂസിലൻഡ് ട്രിവിയൻ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കോലാലംപൂർ ലേ ഓവർ ടൂറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോലാലംപൂർ ഒരു മെയിൻ ട്രാൻസിറ്റ് ലൊക്കേഷനാണ് വെൻ വി ആർ ട്രാവലിംഗ് ടു ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ ഒരു മിനിമം ഒരു 8 to 10 hours ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എയർപോർട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന മെയിൻ ലൊക്കേഷൻസ് ബട്ടു കേവ്സും പെട്രോണാസ് ട്വിൻ ടവേഴ്സും ആണ്. സോ മലേഷ്യയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം MDAC ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം MDAC ഫോം എന്ന് പറഞ്ഞാൽ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡാണ്. സോ അത് നമ്മൾ വരുന്നതിനൊരു 3 days ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ആ കാർഡ് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻസിന് മലേഷ്യ ഒരു വിസ ഫ്രീ കൺട്രി ആയതുകൊണ്ട് നമുക്ക് MDAC ഫോമും പാസ്പോർട്ടും മാത്രം മതി. സോ MDAC ഫോം എടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിളിൽ കയറിയിട്ട് MDAC എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ മലേഷ്യയുടെ വെബ്സൈറ്റ് വരും. അപ്പോൾ അതിൽ കയറിയിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ നെയിം, പാസ്പോർട്ട് നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസും നമ്മളവിടെ മലേഷ്യ ലാൻഡ് ചെയ്യാൻ പോകുന്ന ആ ഡേറ്റും എത്ര നാൾ അവിടെ ഉണ്ടാവും എന്നുള്ള ജസ്റ്റ് ആ ഒരു മെയിൻ ഡീറ്റെയിൽസ് മാത്രം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ 1 അല്ലെങ്കിൽ ടെർമിനൽ 2 നിന്ന് നമുക്ക് ഡയറക്റ്റ് KL സെൻട്രലിലോട്ട് എക്സ്പ്രസ് ട്രെയിൻ കിട്ടും. KLIA എക്സ്പ്രസ്. 55 റിങ്കറ്റ്സ് ആണ് ഇതിൻ്റെ ചാർജ്. അത് നമുക്ക് ക്യാഷ് നമ്മുടെ നാട്ടിലെ കാർഡും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കയ്യിലുള്ള ക്യാഷും കൺവേർട്ട് ചെയ്യാം. അതുപോലെ എവറി 20 minutes നമുക്ക് ഈ ട്രെയിൻ സർവീസ് റൺ ചെയ്യുന്നുണ്ട്. 28 to 30 minutes ആണ് ട്രാവൽ ടൈം. അപ്പോൾ നമ്മൾ KL സെൻട്രലിൽ എത്തിയതിനു ശേഷം അവിടുന്ന് KTM കമ്മ്യൂട്ടർ ട്രെയിൻ എടുത്തിട്ട് വേണം ബട്ടു കേവ്സിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതൊരു 30 minutes ജേണിയാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓരോ മണിക്കൂറും നമുക്ക് ട്രെയിൻ സർവീസ് ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. സോ നമുക്ക് തിരിച്ച് ബട്ടു കേവ്സിൻ്റെ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചും ഒരു 30 minutes തന്നെ നമുക്ക് KL സെൻട്രലിലോട്ട് എത്താം. അപ്പോൾ തിരിച്ച് നമ്മൾ KL സെൻറ്ററിൽ എത്തിയതിന് ശേഷം അവിടെ നമുക്ക് ലഞ്ച് കഴിക്കുവാണെങ്കിൽ ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം നേരെ അവിടെ നിന്ന് റാപ്പിഡ് KL എന്നുള്ള ട്രെയിൻ, അതായത് അത് KJ ട്രെയിനാണ്, അതെടുത്തിട്ട് KL സെൻറ്ററിൽ നിന്നും നമുക്ക് KLCC സ്റ്റോപ്പിലേക്ക് പോകും. അപ്പോൾ KLCC സ്റ്റോപ്പിൽ ചെന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നും എക്സിറ്റ് എടുത്ത് നമ്മൾ നേരെ ചെല്ലുന്നത് KLCC സൂര്യ ടവറും ഈ പെട്രോണാസ് ട്വിൻ ടവറും നിൽക്കുന്ന സെയിം ലൊക്കേഷനിലോട്ടാണ്. പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരെല്ലാം നമുക്ക് ആ എക്സാക്റ്റ് വ്യൂ വെച്ചിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കും. ചീപ്പായിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാം. ഇല്ല നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്പോട്ട് കണ്ടുപിടിച്ച് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. സോ പെട്രോണാസ് ട്വിൻ ടവർ കണ്ടതിന് ശേഷം നമുക്ക് നേരെ KLCC സൂര്യ മോളിൽ കയറിയിട്ട് അവിടെ കുറച്ച് ഡിഷസൊക്കെ ട്രൈ ചെയ്യാം. ഒരുപാട് ഫിഷ് ഡിഷസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് മോളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് KLCC സ്റ്റേഷനിൽ നിന്നും ഈ സെയിം റാപ്പിഡ് KL ട്രെയിൻ എടുത്തിട്ട് KL സെൻട്രലിലോട്ട് പോകാം. ജസ്റ്റ് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ KL സെൻട്രലിൽ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് തിരിച്ച് KLIA എക്സ്പ്രസ്സിൽ തന്നെ നമുക്ക് തിരിച്ച് എയർപോർട്ടിലോട്ട് എത്താവുന്നതാണ്.
അത് എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ 20 മിനിറ്റ്സിൽ തന്നെ എയർപോർട്ടിലെത്തും. സോ നമുക്കിപ്പം ഒരുപാട് ടൈം ലേ ഓവർ ലൈക്ക് ഒരു 13 hours ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഡെസ്റ്റിനേഷൻസ് കൂടി ആഡ് ചെയ്യാം. ലൈക്ക് ഒരു വലിയ മോസ്ക് ഒക്കെ ഉണ്ട്. സോ അത് നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതിലൊരു 8 to 10 hours ലേ ഓവർ എങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ 2 ലൊക്കേഷൻ കവർ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ ടൈം കഴിയും. അപ്പോൾ നമുക്ക് ആ ലേ ഓവർ എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ലേ ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.